ഹായ് ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഫുള്ള് പെറ്റിക്കോട്ട് നോക്കാം എങ്ങനെയാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാഫ് അല്ലേ നോക്കിയത്, ഇതാണ് ഒരു ഫുള്ള് നോക്കാം. അപ്പോൾ ഞാനിത് ഓടിച്ച് കാണിക്കുന്നതെന്ന് വെച്ചാലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെട്ടി കാണിച്ചു തന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് സ്പീഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാഫ് പെറ്റിക്കോട്ട് തയ്ച്ചപ്പോൾ അടിഭാഗം മടക്കി തയ്ച്ചിരുന്നു. ഇതിനത് വേണ്ട. ഇതിപ്പോൾ ഞാൻ ഒന്ന് സ്ലോ ആക്കി പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 വയസ്സുള്ള കുട്ടിക്ക് പറ്റിയ പെറ്റിക്കോട്ടാണിത്. അതിനിപ്പോൾ ഏകദേശം ലെങ്ത്ത്, ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ കട്ട് ചെയ്തോ. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ഒരു 10 ഇഞ്ച് എടുക്കാം. ഒരു 3-4 വയസ്സുള്ള കുട്ടിക്ക് അത് മതിയാവും. 10 ഇഞ്ച് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കാം. എന്നിട്ട് പിന്നെ ഷോൾഡർ ഞാനിപ്പോൾ ഷോൾഡർ എടുക്കണത് ഒരു 4.25 ഇഞ്ച് ഷോൾഡർ എടുക്കാം. ഓക്കെ, 4.25 ഇഞ്ച് ഷോൾഡർ എടുക്കുക. അത് ഞാനിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരികയാണ്. 4.25 ഇഞ്ച് മൊത്തത്തിൽ ഷോൾഡർ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു കഴുത്തിൻ്റെ ഭാഗം ഒരു 2.25 ഇഞ്ച് കഴുത്തിൻ്റെ ഭാഗം എന്താണെന്നറിയോ, എപ്പോഴും നമ്മൾ ഇത്തിരി വിത്ത് കൂടുതൽ എടുക്കണം. കാര്യം ഫ്രോക്കിനേക്കാളും, അല്ലെങ്കിൽ ഈ നെക്കിൻ്റെ അടിയിലൂടെ പെറ്റിക്കോട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ എടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 ഇഞ്ചോളം കൈക്കുഴി ആ ഷോൾഡറും വന്ന് എടുക്കുക. ഇപ്പം നമ്മൾ 4.25 ഇഞ്ച് ഷോൾഡർ എടുത്തില്ലേ, അതും വന്ന് ഒരു 5 ഇഞ്ച് അടിയിലേക്ക്. എന്നിട്ട് ആ അടിയിലത്തെ ഭാഗത്തിൽ ഒരു ലൈൻ കൊടുക്കാം. ആ പെറ്റിക്കോട്ടിൻ്റെ അടിഭാഗത്തിൽ ഒരു ലൈൻ കൊടുക്കാം. എന്നിട്ട് 5 ഇഞ്ച് തന്നെ, 5 ഇഞ്ചിൻ്റെ നേരെ. എന്നിട്ട് ആ ലൈനിലാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവെടുക്കുക. ചെസ്റ്റിന് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 23 ഇഞ്ച് ചെസ്റ്റ് വേണ്ടി വരും. അതായത് 3-4 വയസ്സുള്ള കുട്ടിക്ക് ഇച്ചിരി ലൂസ് വേണമല്ലോ. അപ്പോൾ 23.4, 23 ഡിവൈഡഡ് 4, അപ്പോൾ 5.7 ഇഞ്ച്. അപ്പോൾ മാർക്ക് 5.7 ഇഞ്ചാണ്. നമ്മളൊരു ഇത്തിരി ലൂസ് എടുത്തിട്ട് ഞാനൊരു 6.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 6.5 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും. പിന്നെ അടിഭാഗം വേസ്റ്റിലാവുമ്പോൾ ഒരു വേസ്റ്റിൻ്റെ ഇപ്പോൾ നമ്മൾ 10 ഇഞ്ചിൽ 9.5 ഇഞ്ച് മതി. അതിൽ അര ഭാഗം അടിഭാഗം അടിച്ചു പോകാനുള്ളതാണ്. അത് മിക്കതും നമ്മൾ സെയിം തന്നെ അളവെടുക്കണതാണ്. മുകളിലത്തെ നമ്മളിപ്പോൾ 6.5 എടുത്തില്ലേ, അത് തന്നെയാണ് അടിയിലും എടുക്കേണ്ടത്. അങ്ങനെ എടുത്താൽ മതി. കാരണം ഷേപ്പിലൊന്നും കിടക്കണമെന്നില്ലല്ലോ, ഇത്തിരി ലൂസിൽ കിടക്കാൻ വേണ്ടിയിട്ട് അടിയിലും അതേ സെയിം, വേസ്റ്റിലും അതേ സെയിം അളവെടുക്കാം. എന്നിട്ട് നമ്മൾ എന്നിട്ട് നെക്കിൻ്റെ ഇറക്കം, ഇപ്പോൾ ഈ അടിഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഈ അറ്റത്ത് ഒരു 1/2 ഇഞ്ച് മേലേക്ക് ഇട്ടിട്ടൊന്ന് കർവ് ചെയ്തൊന്ന് വരയ്ക്കാം. എന്നിട്ട് കർവ് ചെയ്തൊന്ന് വരച്ചിട്ട് ഒന്ന് ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല, അടിഭാഗം ഒരു ഇത്തിരി ഇതിൽ കിടക്കാൻ. എന്നിട്ട് അതൊന്ന് കർവ് ചെയ്ത് വെട്ടി കൊടുക്കാം. പിന്നെ നെക്ക് എടുക്കുമ്പോൾ ഫ്രോക്കിൻ്റെ നെക്കിൻ്റെ ഇറക്കത്തേക്കാൾ ഒരു അല്പം 1/2 ഇഞ്ച് കൂട്ടി ഇറക്കെടുക്കാം. കാര്യം അല്ലെങ്കിൽ അത് കാണില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു 2.25 ഇഞ്ചൊക്കെയാണ് കഴുത്ത്. ഇപ്പോൾ ബാക്കിനൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ എടുക്കണമെന്നില്ല. പക്ഷെ ഞാനൊരു 1/2 ഇഞ്ച് ബാക്കിനേക്കും ഇറക്കിയെടുക്കുന്നുണ്ട്. 3 ബാക്കിനേക്കും ഫ്രണ്ട് ഒരു 2.25 അങ്ങനെ എടുക്കാം. പിന്നെ അപ്പോൾ അത് ബോഡി പാർട്ട് കട്ട് ചെയ്തു. ബോഡി പാർട്ട് ഇന്നാൾ ഞാൻ കാണിച്ചു തന്നതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ. അപ്പോൾ ആം ഹോളും നെക്കും കട്ട് ചെയ്തു മാറ്റി. ഇനി അതിന് ശേഷം അതിൻ്റെ അടിയിലെ സ്കേർട്ട് ഭാഗം തയ്ക്കാനായിട്ട് നമ്മൾ ഈ 1 മീറ്ററിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടാവും. ഇത് ഞാനൊരു സാരിയുടെ പീസാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ബാക്കിയുള്ള
ഭാഗമാണത്. അതിപ്പോൾ നമുക്കൊരു കണക്കുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ഈ ഇറക്കം ഒരു 3-4 വയസ്സ് ഉള്ള കുട്ടികൾ, 2-3 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു ഏകദേശം ഒരു 13 ഒരു 13 കൂടണ്ട ഇറക്ക്. ബാക്കി ഒരു ഇഞ്ചൊന്ന് മടക്കി തയ്ക്കാനും ആയിട്ട് അത്രയും മതി. പിന്നെ ഇതിൻ്റെ വിത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോഡി പാർട്ടിൻ്റെ ഒരിരട്ടി വേണം. അതായത് ഒരു ഭാഗത്തിൻ്റെ ഇരട്ടി, എന്നാലേ നമുക്കത് ഞുറിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ 2 പീസുണ്ട്, 2 പീസുണ്ട് കണ്ടോ. അപ്പോൾ ആ ബോഡി പാർട്ടിൻ്റെ ഒരിരട്ടിയും കൂടെ ഒരു 23 ഇഞ്ച് ഏകദേശം ഉണ്ട്. അപ്പോൾ അതിനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. ഓഫ് വൈറ്റ് നൂലെടുത്ത്, ഇതിപ്പോൾ എൻ്റെ ഒരു സെറ്റ് സാരിയുടെ കട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ. കാര്യം പെറ്റിക്കോട്ട് എപ്പോഴും വൈറ്റിലാണ് എല്ലാവരും സ്റ്റിച്ച് ചെയ്യാറ്. ഇതിപ്പോൾ ഒരു സെറ്റ് സാരിയുടെ ഒരു പീസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ കേസിൽ നൂല് ചുറ്റാണ്. ഹാഫ് പെറ്റിക്കോട്ട് എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയെന്ന് കരുതുക കേട്ടോ. ഇനി ഇതിൽ കോർക്കാം. ബിഗിനേഴ്സൊക്കെ സിംഗിൾ മെഷീനിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നൂല് മെഷീനിലെ നൂല് കോർത്തു. ഇനി നമുക്ക് അന്ന് ഞാൻ കാണിച്ചു തന്നതുപോലെ ഇതൊക്കെ ഷോൾഡർ പിടിപ്പിക്കുക ആദ്യം. അതിനുശേഷം ഷോൾഡർ പിടിപ്പിച്ചതിന് ശേഷം നെക്ക് രണ്ട് മടക്ക് ഉണ്ട 2 ഫോൾഡ്. അത് എന്ന് വെച്ചാൽ 4 ഇഞ്ചേ പാടുള്ളൂ, അധികം ഇത് പാടില്ല. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ആം ഹോളും നെക്കും അങ്ങനെ തന്നെ. അതായത് 2 മടക്ക് 4 ഇഞ്ച്, ഒരു 4 ഇഞ്ച് അങ്ങനെ 2 മടക്ക് മടക്കിയിട്ട് ആ മടക്കിൻ്റെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്ത് പോരാം. അതുപോലെ തന്നെ നെക്കും. അത് അതിൻ്റെ കെർവിലൊക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളവൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തയ്ച്ച് പോരാം. പിന്നെ പെറ്റിക്കോട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഫസ്റ്റത്തെ ഫ്രോക്ക് കേട്ടോ. പെറ്റിക്കോട്ട് ഒരു ഫ്രോക്കാണ്. അത് പെറ്റിക്കോട്ട് നമ്മൾ ശരിക്കും തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിന് ഓരോന്നോരോന്നായിട്ട് എളുപ്പമുള്ളത് നോക്കി ഓരോന്നോരോന്ന് തയ്ക്കാം. അപ്പോൾ ഫ്രോക്കിൽ ഫസ്റ്റത്തെ ആൾ പെറ്റിക്കോട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫ്രോക്ക് ഇതുപോലെ തന്നെ സ്ലീവ്ലെസ്. ഇനിയിപ്പോൾ നമ്മുടെ 2 ഭാഗവും നമ്മൾ മടക്കി തയ്ച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് ഭാഗം പിടിപ്പിക്കേണ്ട വിധമാണ്. അപ്പോൾ അതിൽ ഒരു പീസ് ആദ്യം എടുക്കുക, ഒരു പീസ് മാറ്റി വെച്ചിട്ട് ഒരു പീസ് എടുക്കുക. ഒരു പീസ് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ ചെറുതായിട്ടൊന്നിങ്ങനെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ ഭാഗവും മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററും
ചെറുതായിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക അതുപോലെ. എന്നിട്ട് അത് നിർത്തി വയ്ക്കുക. അതിൻ്റെ നല്ല വശവും ഈ സ്കേർട്ട് ഭാഗത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കുക. രണ്ടിൻ്റെ നല്ല വശം യോജിപ്പിച്ച് ഇങ്ങനെ വയ്ക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ടച്ച് ചെയ്ത് നിർത്താം. കണ്ടോ? അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, രണ്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗം ഒരുമിച്ച് വെച്ചതിന് ശേഷം എന്നിട്ട് പിന്നെ തുണി എടുത്തിട്ട് ആ മാർക്ക് അവിടെ തന്നെ ഉണ്ട്. തുണി എടുത്തിട്ട് വേണ്ട ഫസ്റ്റ് ഒരു ഇഞ്ച് നമ്മൾ ഞൊറിയിടണ്ട, ഒന്ന് തയ്ച്ച് പോരെ. പിന്നെ അതിന് ശേഷം ഇതിപ്പോൾ ഈ സെൻറ്ററില്ലേ, ഈ സെൻറ്ററും നമ്മൾ കട്ട് ചെയ്ത സെൻറ്ററ് ഞൊറി ഇട്ട് വരുമ്പോൾ ഇങ്ങനെ ഒപ്പം വരണം. ഞൊറി ഇട്ടിട്ട് വരുമ്പോൾ കട്ട് ചെയ്ത സെൻറ്ററും ഈ സ്കേർട്ടിൻ്റെ ഭാഗവും നമ്മൾ മാർക്ക് ചെയ്തതും ഒപ്പം ഒരുമിച്ച് വരണം. എന്നിട്ട് നമ്മൾ കുഞ്ഞ് ഞെറിയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു തുണിയുടെ ഇരട്ടി ഭാഗമാണ് സ്കേർട്ടിന് എടുത്തത്. കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, ഒരു 5-6 ഇഞ്ച് തുണി കൂടുതൽ എടുത്താലും നല്ല ഞൊറി കിട്ടും. കണ്ടോ സെൻറ്റർ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാം. അപ്പോൾ ആ മാർക്ക് ചെയ്ത രണ്ട് സെൻറ്ററും ഒരുമിച്ച് ടച്ച് ചെയ്തിരിക്കണം. ഞൊറി ഇട്ട് വരുമ്പോൾ അതങ്ങനെ ആവും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം ഇങ്ങോട്ടും അത് കഴിഞ്ഞു. കണ്ടോ? ഇപ്പോൾ നോക്കിയേ, ഒരു ഭാഗം നമ്മളിപ്പോൾ ഇതുപോലെ ഞൊറിയിട്ടു. ഇനി അതൊന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ ഭാഗം ഒന്ന് പോടിപ്പാട്ടിൻ്റെ മേലേക്ക് അടിഭാഗം ഒന്ന് തിരിച്ചിട്ട് ഒന്നുകൂടി അതിൻ്റെ മേലെ കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ആ സ്റ്റിച്ച് ചെയ്ത ആ മടക്ക് ഭാഗം മേലേക്ക് ആയിട്ട് കണ്ടോ, മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അത് ഭംഗിയിൽ നിൽക്കും. പിന്നെ 2 സ്റ്റിച്ച് ആയല്ലോ, വിട്ടു പോരില്ല. പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത പോലെ ആവും. ഇനി ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. സ്കേർട്ടിൻ്റെ ഭാഗം എടുത്തിട്ട് അതും ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും മാർക്ക് ചെയ്യാം. സെൻറ്റർ എടുക്കുക, മാർക്ക് ചെയ്യാം. പിന്നെ ഇതിന് ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ച് അതുപോലെ ഞെറിയിട്ട പോലെ തന്നെ കണ്ടോ. ആദ്യം ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ചോളം ഞെറിയിടണ്ട. ബാക്കിയുള്ള അവിടെ നിന്ന് അങ്ങോട്ട് ഇതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് പിടിച്ച് ഞെറിയിടാം. അതായത് സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ,
ആ ഭാഗം എത്തണം, അതാണ് കറക്റ്റ് അളവ്. അല്ലെങ്കിൽ ഒരു ഭാഗം കൂടുതൽ ഞൊറി മറ്റേ ഭാഗം കുറച്ച് ഞൊറി അങ്ങനെയായിട്ട് നിൽക്കും, ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വലിയ ഞെറിയിട്ടിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കുട്ടി ഫ്രോക്ക് തയ്ക്കാം കേട്ടോ. ഇതാണ് ആദ്യത്തെ ഫ്രോക്ക്, ഞാൻ പറഞ്ഞ പോലെ പെറ്റിക്കോട്ടാണ് നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ഫ്രോക്ക്. ദേ ഇപ്പോൾ സെൻറ്ററിലെത്തി. ഇനി ഇതുപോലെ അതുപോലെ ഞൊറിയിട്ട് കൊടുക്കാം. പെട്ടെന്ന് കഴിയൂട്ടോ, വളരെ എളുപ്പമുള്ളതാണ് പെറ്റിക്കോട്ട് എന്ന് പറഞ്ഞ സംഭവം. എല്ലാവരും ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ എല്ലാം നമുക്ക് എളുപ്പമുള്ളത് തന്നെയാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ കണ്ടോ, ആ സ്റ്റിച്ചിൻ്റെ ഭാഗം മേലേക്കൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നുകൂടെ ബോഡി പാർട്ടിലായിരിക്കും അടിപ്പ് വേണ്ടത് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് നമ്മളിങ്ങനെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ചില്ലേ അതൊന്ന് മേലേക്ക് വെച്ചിട്ട് ആ ബോഡി പാർട്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കഴിഞ്ഞു പെറ്റിക്കോട്ടിൻ്റെ ഇത്. ഇനി അത് രണ്ടും കൂടി ഒപ്പം പിടിച്ചിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ എൻഡില്ലേ അവിടെ നിന്ന് ആം ഹോൾ രണ്ടും കൂട്ടി പിടിച്ചിട്ട് അവിടെ നിന്ന് താഴേക്ക് കണ്ട ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ നമ്മൾ തയ്യൽ തുമ്പ് എത്ര ഇട്ടെന്ന് വെച്ചാൽ അത്രയും വെച്ചിട്ട് താഴേക്ക് അടിക്കാം. സൈഡ് ഭാഗം ഒപ്പം വരണം, ബോഡി പാർട്ട് രണ്ടും ഒപ്പമായിരിക്കണം കേട്ടോ. ഇനി ഈ ഭാഗം അതുപോലെ 2 സ്റ്റിച്ചൊക്കെ കൊടുക്കാം. ഇപ്പം ഞാനൊരു സ്റ്റിച്ചേ കൊടുക്കണുള്ളൂ, ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ. ഇനി അപ്പുറത്തെ ഭാഗവും ആം ഹോളിൻ്റെ 2 ഭാഗവും കൂട്ടിപ്പിടിക്കാം. 3/4 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പിട്ടിട്ട് താഴെ വരെയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗം, അതായത് സ്കേർട്ടിൻ്റെ അടിഭാഗം നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് 1/2 ഇഞ്ച് വീതി കുറച്ച് ഉള്ള ടൈപ്പ് മതിയിട്ട്, അതാ ഭംഗി. 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കിയിട്ട് അത് കണ്ട 1/2 ഇഞ്ച് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് കഴിയും കേട്ടോ. നമുക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയും. ഒരു അരമണിക്കൂറൊക്കെ മതി എന്ന് തോന്നുന്നു. അരമണിക്കൂറും വേണ്ട, പെട്ടെന്ന് മെഷീൻ പെർഫെക്റ്റ് ആണെങ്കിൽ ഫ്രോക്ക് പെട്ടെന്ന് പെറ്റിക്കോട്ട് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. അതും മടക്കി കഴിഞ്ഞു. അത് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ പണി കഴിഞ്ഞു. കണ്ടോ, ഇതായി പെറ്റിക്കോട്ട്. ഇതൊരു 2-3 വയസ്സിനൊക്കെ കുട്ടികൾക്ക് ഈ അളവിൽ തയ്ച്ചാൽ മതിയാവും കേട്ടോ. ഇതൊരു ടിഷ്യൂ ആണ് അടിയിൽ. പെറ്റിക്കോട്ടൊന്നും അങ്ങനെ ഇടില്ല ആരും, കോട്ടൺ തുണി കൊണ്ട് തയ്ക്കായത്. ഇപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതാ അതേ ഞങ്ങളുടെ ജാൻസി കുട്ടി ആ പെറ്റിക്കോട്ടിട്ട് അവൾക്ക് ഭയങ്കര പവർ.
അവൾക്ക് കറക്റ്റ് പാകമായിരുന്നത്. അവൾക്ക് ഡ്രസ്സ് കിട്ടിയൊരു സന്തോഷം, ഇതേ ആ സന്തോഷത്തിൽ കിടക്കുക, റെസ്റ്റ് എടുക്കണം. അപ്പോൾ ശരി, എൻ്റെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.